നമസ്കാരം എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള കായ്പോളയാണ്. എല്ലാവർക്കും കായ്പോളയെ പറ്റി കേട്ടിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. റമദാൻ സമയത്ത് നോമ്പുതുറ വിഭവമായിട്ടാണ് എല്ലാവരും ഇതുണ്ടാക്കുന്നത്. അങ്ങനെ നൊയമ്പിന് മാത്രമൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ 4 മണി പലഹാരമെന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം. ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വിളിച്ചു പറയാതൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കിച്ചണിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെ തരാനും മടിക്കരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഗ്രാം ചോദിച്ചാൽ ഒരു 600 ഗ്രാം കാണും ഏകദേശം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ പഴമല്ല, വലിയ 2 ഏത്തക്കയാണെങ്കിൽ അത് മതിയാവും. അതൊരു ഏകദേശം 600 ഗ്രാമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത് വെക്കാം. ഏതൊരു നാടൻ പലഹാരത്തിനും നമ്മുടെ പായസമൊക്കെ നമ്മളെപ്പോഴും ചേർക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഇത്. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും അവൈലബിളും ആയിരിക്കും. ഇതിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത്തിരി കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. അതായത് മീഡിയം സൈസിലുള്ള 3 പഴം അല്ലെങ്കിൽ വലിയ പഴം 2 എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ 4 മുട്ട മതിയാവും. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഏലക്കായാണ്. ഞാനൊരു 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പഞ്ചസാര ചേർത്താണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ആവശ്യം ഷുഗറാണ്. ഷുഗർ എത്ര വേണം എന്നുള്ളത് നമ്മളിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു എളുപ്പത്തിന് വേണ്ടി മുട്ടയൊക്കെ ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 4 മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചിടാം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര അവനവൻ്റെ ഇഷ്ടമാണ്. എന്നാലും ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ മധുരപ്രിയരാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർക്കാൻ പ്രശ്നമില്ല. ഒരു 5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. എല്ലാ രുചിയും ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു 4 മുതൽ 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി പഞ്ചസാര ചേർത്താണ് പൊടിച്ചത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് ഫ്രഷായിട്ട് തിരികിയെടുത്ത തേങ്ങയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഞാനിതെപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞാൻ തേങ്ങ ചേർക്കാറുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കായ്പോളയ്ക്ക് ഇത് തരുന്നത്. മാത്രമല്ല മുട്ടയുടെ മണം ഒന്നും അങ്ങനെ അറിയില്ല. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് തേങ്ങ ചേർക്കണോ വേണ്ടേ എന്നുള്ളത്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാഷ്നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ നല്ലതുപോലെ അത് പോപ്പായി വന്നിട്ടുണ്ട്. ആ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് അതുപോലെ ഒരു ഗോൾഡൻ കളറിൽ വരുമ്പോൾ നിർത്തിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതേ നെയ്യുള്ള ആ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കായും കൂടാണ് നമ്മളിനി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നെയ്യിൽ ഈ ഏത്തക്ക പീസസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു റോ ടേസ്റ്റും ഇതിൻ്റെ കളറെന്ന് പറയുന്ന ഒരു ലൈറ്റ് യെല്ലോ ആയിരിക്കും. പക്ഷെ നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വഴറ്റുമ്പോൾ ഇതൊന്ന് കുക്കായിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള മഞ്ഞ കളറിലേക്ക് ഇത് മാറും. ഒരുപാട് കുക്ക് ചെയ്തങ്ങ് ഉടയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1 കപ്പ് തേങ്ങയും കൂടി ഇതിൽ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഏത്തക്കയെ നമ്മൾ വല്ലാതെ അങ്ങ് ഉടച്ച് കളയരുത്. നമുക്ക് ആ പീസായിട്ട് തന്നെ കിട്ടണം. എന്നാൽ അത് നല്ലതായിട്ട് മിക്സ് ആവുകയും വേണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി തേങ്ങയൊക്കെ ഒന്ന് വരണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മഞ്ഞ കളറിൽ നമ്മുടെ ഏത്തക്ക വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത മുട്ടയാണ്. ഇത് മിക്സിയിൽ അടിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു എളുപ്പത്തിന് വേണ്ടി ഞാനങ്ങ് മിക്സി യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഏത്തക്കയുടെ കൂട്ട്. നമ്മുടെ ആ കൂട്ടിലേക്ക് ഏത്തക്കയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ കൂട്ടിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയുമാണ്. കുറച്ച് നമ്മളൊന്ന് മാറ്റി വെക്കണം. ഫുൾ ഇതിലേക്ക് ഇടരുത്. നമ്മളിത് കുക്കായി വരുമ്പോൾ ഒരു അലങ്കാരത്തിനും കാണാനൊരു ഭംഗിക്കും വേണ്ടി നമ്മൾ വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കും. അതുകൊണ്ടാണ് കുറച്ചൊന്ന് മാറ്റി വെക്കണമെന്ന് പറയുന്നത്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മുടെ മുട്ടയുടെ കൂട്ടിൽ നമ്മുടെ ഏത്തക്കയും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നല്ലതുപോലെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ.
നമ്മുടെ മുട്ടയും ഏത്തയ്ക്കയൊക്കെ നല്ലതുപോലെ മിക്സാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു പാൻ നമ്മൾ അടുപ്പത്തോട്ട് വെക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു പാൻ വെക്കുക. ഞാനിവിടെ ഒരു ചെറിയ സോസ് പാനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ സോസ് പാൻ വെക്കുമ്പോൾ നമ്മുടെ കായ്പോളയ്ക്ക് കുറച്ച് ഹൈറ്റ് കിട്ടും. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് വട്ടയപ്പം അല്ലെങ്കിൽ ഹൽവ പോലൊക്കെ അങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, 4 ഭാഗത്തും. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ കായ്പോള ഇളകി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കായ്പോള ലാസ്റ്റിൽ കുക്കായി വരുമ്പോൾ ഈ നെയ്യൊക്കെ അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളറൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കായ്പോളയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഭയങ്കര ലെവലിംഗ് ഒന്നുമല്ല, നമുക്ക് പറ്റുന്നത് പോലെ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് അടച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തീയുടെ കാര്യമാണ്. പല വീടുകളിൽ പലതരത്തിലുള്ള അടുപ്പാണ്, പല രീതിയിലാണ് അതിൽ നിന്ന് ഫ്ലെയിം വരുന്നത്. ഞാനൊരു മീഡിയം സൈസിലുള്ളൊരു അടുപ്പിലാണ് ഇത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു 30 മിനിറ്റിനകം തന്നെ നോർമലി ഇത് കുക്കായി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റി വെച്ചിരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഞാനൊരു ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിലിട്ടത്. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റും കൂടെ ബാലൻസ് ഉണ്ടാവും കായ്പോള ഒന്ന് കുക്കായി വരാൻ. ഞാൻ വീണ്ടും പറയുന്നത്, എല്ലാവരുടെയും അടുപ്പ്, നിങ്ങൾ വെക്കുന്ന പാത്രത്തിൻ്റെ കട്ടി അതനുസരിച്ചിരിക്കും നിങ്ങളുടെ കായ്പോള റെഡിയായി വരാനുള്ള സമയം. ഇവിടെ ഇപ്പോൾ ഒരു ഏകദേശം 30-32 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഇത് കുക്കായോ എന്നറിയാൻ വേണ്ടി ഒരു സ്ക്യൂവർ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. നമ്മുടെ സ്ക്യൂവർ നന്നായിട്ട് ക്ലീനായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പം ഇപ്പോൾ നല്ല ക്ലീനായിട്ടാണ് ഇത് കാണുന്നത്. ഞാനൊരു വിരൽ യൂസ് ചെയ്തിട്ടൊന്ന് നോക്കുവാണ് വല്ല ബാലൻസും അതിലുണ്ടോയെന്ന്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി 35 മിനിറ്റിൽ നിങ്ങളുടേത് റെഡി ആയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, ഒരു 5-6 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. പക്ഷേ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ അല്പം തീ കൂട്ടുവാണെങ്കിൽ അടിഭാഗം വല്ലാണ്ടങ്ങ് ആ നെയ്യും കൂടെ ചേർന്നിട്ട് ഒരു കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ നമ്മളിത് വെക്കുന്നത്. ഞാനൊരു ചെറിയ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് 4 സൈഡും ഒക്കെ ഒന്നിങ്ങനെ വിട്ടെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കായ്പോള. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സൈഡിലൊക്കെ അങ്ങനെ നെയ്യൊക്കെ പറഞ്ഞിട്ട് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് 1 മിനിറ്റ് ആ പാനിൽ തന്നെ ഒന്നും കൂടെ കുക്ക് ചെയ്യാം. മോൾ ഭാഗം കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് കളറിൽ വരണമെങ്കിൽ. സാധാരണഗതിയിൽ ഞാനങ്ങനെ ചെയ്യാറില്ല. മുകൾ ഭാഗം നല്ലതുപോലെ ഇത് കുക്കായിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു ബ്രൗണിഷ് കളർ അങ്ങനെ ഇട്ടിട്ട് ആക്കാറില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റാണ്. നമ്മുടെ നൈഫൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് തന്നെ ഇങ്ങനെ നമ്മുടെ കായ്പോളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.